ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉം. ഞാനൊരു ബൈക്ക് പിടിച്ച് സൈഡിലോട്ട് വയ്ക്കാൻ നേരത്തെ ഇവിടെ എനിക്കൊരു ലിഗമെന്റ് സ്ട്രെച്ച് വന്നിട്ട് ഞാൻ ബെൽറ്റൊക്കെ ഇട്ടിരിക്കുന്ന സമയം ഉം. ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുക രാവിലെ മുതൽ. അപ്പം തലേ ദിവസം ഷൂട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്ത് അവിടെ ചന്തയാണല്ലോ, ഓ. അപ്പോൾ കുറേ പോത്തിനെയൊക്കെ കൊണ്ടുവന്ന് വെട്ടി ഉം. എല്ലാം തൂക്കിയൊക്കെ റെഡിയാക്കി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫയർഫോഴ്സ് ഫ്രീ അല്ല, ഉം. ഫയർഫോഴ്സ് കിട്ടിയില്ല. ഉം. അപ്പോൾ അന്ന് ഷൂട്ടിംഗ് മാറ്റി വെച്ചു, റെയിന് വേണ്ടിയിട്ട്. അപ്പോൾ ഷൂട്ടിംഗ് മാറ്റി വെച്ചു. അപ്പോൾ ഈ സാധനം മുഴുവനും കൊണ്ടുപോയി ഓരോരുത്തടത്തായിട്ട് മലക്കറി ഉൾപ്പെടെ, മലക്കറി എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ CK സുരേഷ് ചാലയിൽ പോയിട്ട് ഈ മലക്കറി ഇറക്കുന്നിടത്ത് തറയെ വീഴുന്ന സാധനങ്ങളെല്ലാം പറക്കി, അതിന് പൈസ കൊടുക്കണ്ടല്ലോ, അതെല്ലാം കൂടെ പറക്കി കൂട്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നല്ലത് മാത്രം മേളിയിടും, താഴെ എല്ലാം മോശപ്പെട്ടതാണ് എല്ലായിട്ടൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് ഇത് പറ്റാതെ. അത് കഴിഞ്ഞ് അന്ന് അത് നടന്നില്ല. പിറ്റേ ദിവസം ഇതെല്ലാം വീണ്ടും റീസെറ്റ് ചെയ്ത് മഴയൊക്കെ വെച്ച് രാവിലെ ഷൂട്ടിങ് തുടങ്ങി. ഒരു 3 മണി മുതൽ തിലകൻചേട്ടനെ വിളിക്കുക. അപ്പോൾ അന്ന് മൊബൈലൊന്നുമില്ല. അടുത്ത വീട്ടിൽ നിന്ന് നമ്മൾ പള്ളിവേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് ചെയ്യാറ്. അവിടെ നിന്ന് അശോകൻ്റെ സെറ്റിലേക്ക് വിളിക്കുക. അപ്പം ഒരു കാരണവശാലും ചേട്ടനെ വിടാൻ പറ്റില്ല, തിലകൻ ചേട്ടനെ വർണ്ണം വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എങ്ങുമില്ലാത്ത ടെൻഷനായി. കാര്യം തിലകൻ ചേട്ടൻ വന്ന് കത്തി താഴണം, അത് സീക്വൻസ് ഇങ്ങനെ പോകേണ്ടതാണ്. ഏകദേശം 3 മണിയാവുകയും ചെയ്തു. പള്ളിവേട്ടയിൽ നിന്ന് ഓടി ഇവിടെ വഞ്ചൂര് വന്ന് തിലകൻ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ തന്നെ 2 മണിക്കൂർ എടുക്കും. അപ്പോഴത്തേക്ക് ലൈറ്റ് പോകുമെന്നുള്ളൊരു പേടി. എനിക്കാണെങ്കിൽ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ഉള്ള നടുവേദന. ഞാൻ എന്തായാലും പോയേ പറ്റുള്ളൂ എന്നുവെച്ചാൽ വിടില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് ജോണെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു യൂണിറ്റിലുള്ളൊരു കാറ് ഡ്രൈവറുണ്ട്, ജോണിനെയും കൂട്ടി കുട്ടപ്പൻ എന്ന് പറഞ്ഞ വേറൊരു ഡ്രൈവറുണ്ട്. കുട്ടപ്പൻ നല്ല സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കും. കുട്ടപ്പൻ്റെ വണ്ടി കയറിയിട്ട് ഞാൻ പറഞ്ഞു ജോണെ പുറകെ വരാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ പോയ വണ്ടി എന്തെങ്കിലും വഴിയിൽ എന്തെങ്കിലും ആയിപ്പോയ ഒരു വണ്ടി ഇല്ലാതെ പറ്റില്ല, വഴി ഒരു ബാക്കപ്പ്. അത് കാരണം ഈ വണ്ടിയായിട്ട് ജോൺ പുറകെ വന്നു. ഞാൻ നേരെ പോയി അവിടെ ചെന്ന് തിലകൻ ചേട്ടനെ കണ്ടു. ചേട്ടാ ഇതാണ് പ്രശ്നം. ചേട്ടൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ചു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഡേറ്റ് നാളെ വൈകുന്നേരം കൊണ്ട് തീരും. ഇവരവിടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും, അത് വേറെ കാര്യം. അതല്ല ഇന്നിപ്പം നിങ്ങൾ എന്നെ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ഞാൻ ഇവിടുന്ന് പോയിരിക്കും. എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിച്ച് പറയാൻ പറഞ്ഞു. എന്നാൽ ചേട്ടൻ പൊക്കോളൂ. പുള്ളിയെ വിളിച്ച് ആ മേക്കപ്പിൽ തന്നെ നേരെ ഇവിടെ വരിക. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലൈറ്റ് എല്ലാം പോയി, ഡള്ളായി. അപ്പം കുമാരൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റേ മിനി ബ്രൂട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് ലാസ്റ്റ് ഷോട്ടാണ് അത് എടുക്കുന്നത്. ആലോചിച്ചോ. അപ്പോൾ അത് ലാലിങ്ങനെ വീഴ് നിൽക്കുകയില്ലേ, അതൊക്കെ ലൈറ്റ് ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അന്ന് അങ്ങനെയാണ് ആ ഇത് എടുക്കാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ചെയ്തത് മുഴുവൻ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് പോസിബിൾ അല്ലല്ലോ. പോസിബിൾ അല്ല. ആർട്ടിസ്റ്റിന്റെ പോസിബിലിറ്റി ഇല്ല, ആർട്ടിന്റെ ബാക്കിയുള്ള മെറ്റീരിയലിൻ്റെ ഇതില്ല, മഴയുടെ എല്ലാ കണ്ടിന്യൂറ്റിയും തെറ്റും. അന്ന് എന്താ ഇതൊക്കെയാണ് പറയുന്നത് ഗുരുത്വം എന്ന് പറയണത്. നമുക്ക് ഒരു പടത്തിന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെയൊക്കെ ജനന സമയത്തൊരു ജാതകം ഉണ്ടാവുമല്ലോ, ആ ജാതകം പോലെയാണ് ഒരു സിനിമയുടെ ജാതകം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അതല്ല, അന്നത് നടന്നില്ലായിരുന്നെങ്കിലോ എല്ലാം പൊളിഞ്ഞല്ലേ. പിന്നെ ആ ക്ലൈമാക്സിന്റെ ഈ പറയണ മറ്റേ കത്തി താഴെ ഇടണമെന്ന് പറഞ്ഞാൽ ആ എഫക്റ്റ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, വേറൊരു സമയത്താണ് എടുക്കണമെങ്കിൽ. അവിടെ അത്രയും ആൾക്കാർ കൂടി എല്ലാവരും നിൽക്കുകയല്ലേ. അപ്പോൾ ഈ കണ്ടിന്യൂറ്റികൾ പടപടാ മാറിപ്പോയേനെ. ഈ തലേദിവസം നിന്നുള്ള ആൾക്കാരെ ഇല്ല. അതുകൊണ്ട് അതൊക്കെ എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ ഒരു ജാതകമുണ്ട് ഒരു സിനിമയ്ക്കെന്നല്ല, ഏത് കലാരൂപത്തിനും അതിൻ്റെതായ ഒരു തലയിൽ വരണം സംഭവിക്കണം. ചിലത് പാളിപ്പോകുന്നില്ലേ, ചിലത് ഈ പറഞ്ഞ പോലെ എത്ര പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടും മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് സംഭവിക്കാറുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മൂകാംബിക ദേവി ഇങ്ങനെ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി. അത് ഇപ്പം നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് എല്ലാ ദൈവങ്ങളുടെയും പടം വെച്ചിട്ടാണ്. ആ എല്ലാ ദൈവങ്ങളുടെയും ശക്തി തന്നെയാണ്. അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ആണ് അത് നേരെ നടത്തി കൊടുക്കുന്നത്. ഈ സീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിബിസാറ് പറഞ്ഞൊരു സീനാണ്. അതിനകത്ത് കത്തിയായിട്ട് ലാലേട്ടൻ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ചവയ്ക്കുന്ന ഒരു സീൻ. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പോൾ ഈ ഇയാളെ കുത്തി കഴിഞ്ഞ ശേഷം ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ചവച്ചവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അയാൾ വീണ്ടും അനങ്ങുന്നുണ്ട് അവിടെ. അപ്പോഴാണ് രണ്ടാമത് വന്ന് കുത്തുന്നത്. അപ്പം ഈ വന്ന് കാളവണ്ടിയുടെ ചക്രത്തിൽ വന്ന് ഇടിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൂ ചെയ്യണ ഒരു ഇതുണ്ട്. അപ്പോൾ സിബിയോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. സിബി പറഞ്ഞു ചെയ്തോളാം. പക്ഷെ അതൊരു വല്ലാത്ത എഫക്റ്റ് ആയിപ്പോയി സിനിമയിൽ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. അതുപോലെ തന്നെ അത് ചെങ്കോല് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവള് ഉഷ നാടകത്തിന് പോകാനായിട്ട് ഇറങ്ങി വരും. അപ്പം ഇവളെന്തോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ ചേട്ടൻ്റെ അടുത്ത് എന്തോ പറഞ്ഞിട്ട് പോകുമ്പോൾ അച്ഛൻ മുമ്പേ നടന്നു പോവുക. അപ്പോൾ അമ്മയോട് ചോദിക്കുക, എവിടെ നിന്ന് കിട്ടിയ അമ്മയൊക്കെ ഈ ധൈര്യം, എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പം എന്ന് പറഞ്ഞിട്ട് ലാലിങ്ങനെ ഇങ്ങനെ ഒരു കാല് ചെവിരെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു ആട്ടമുണ്ട്. പക്ഷേ അതൊക്കെ ലാലിനല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല. ഈ ചവയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, അത് പിന്നീടാണ് പറഞ്ഞത് സൈക്കിക് ആവുമ്പോഴത്തേക്ക്. അതിലേക്കാണ് വന്നത്. ഈ സൈക്കിക് ആയി പോയാണ് ചില സൈക്കിക് ആയി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാനറിസംസ് ഉണ്ടാവുന്നുള്ളൂ. ഇത് ലാലിന് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. ലാൽ ഓരോരുത്തൊന്ന് പഠിച്ചിട്ട് വന്നിട്ടല്ല ചെയ്യണേ, അവൻ അങ്ങ് ആവുകയാണ്. അത് ലാലിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. എങ്ങനെയാണ് ഇതൊക്കെ ആ ഒരു ടൈമിൽ ലാൽ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റൂല. ഇതില്ലാന്നുള്ളതാണ്. ഈ ഇപ്പോൾ നമ്മൾ വീണ്ടും റീ റിലീസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഈ തലമുറയിലെ കുട്ടികളുണ്ട്. കാരണം ഇപ്പോൾ അവരാണ് സിനിമ കാണുന്നത്, അവരുടെ കയ്യിലാണ് പർച്ചേസിങ് കപ്പാസിറ്റി. അപ്പോൾ അവർ കാണുന്നുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുകയാണ്, സാർ ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ കാണണം എന്ന് ചോദിച്ചാൽ അവരോടുള്ള മറുപടി എന്താ? കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടോ? അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു കുടുംബം എങ്ങനെ നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ബന്ധങ്ങളെക്കുറിച്ച് അറിയാം? ഒന്നും വേണ്ട. ജന്മം തന്ന അച്ഛനെ അമ്മയുടെ വേദനയും ദുഃഖവും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഒരു മകന് ഒരു ദോഷം വന്നാൽ എന്താണ് അച്ഛനും അമ്മയ്ക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവും. സിമ്പിൾ അല്ലേ? തീർച്ചയായിട്ടും അത് കണ്ടതുകൊണ്ട് എനിക്കത് കൃത്യമായി ബോധ്യപ്പെടും. അതായത് ഇപ്പോഴത്തെ ഒരു കുട്ടി കാണുമ്പോൾ, അയ്യോ എൻ്റെ അച്ഛനെ തല്ലിയപ്പം തന്നെ എന്നാലും ഇങ്ങനെയൊക്കെ ഡിസാസ്റ്റർ ഒരു കുടുംബത്തിലുണ്ടാവാമോ? അപ്പോൾ അവൻ അതനുസരിച്ച് കുറേ കൂടെ കുടുംബത്തെ സ്നേഹിക്കുകയല്ലേ വേണ്ടത്? അതെ, ആ ഒരു കണക്ഷൻ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രേക്ഷകനും ലഭിക്കട്ടെ. കിരീടം എന്ന് പറയുന്നൊരു ക്ലാസിക് വീണ്ടും മലയാളത്തിലേക്ക് എത്തുകയാണ്. സോ അത് കാണാത്ത പുതിയ തലമുറയുണ്ട്, എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും കൂടുതൽ ആൾക്കാരും ഇത് വീഡിയോയിലും ഇതൊക്കെ കണ്ടു കഴിക്കാം. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കാര്യം. നമുക്ക് ഒന്നാമത് ഓഡിയൻസിൻ്റെ ഇപ്പോൾ ഒരു ഹ്യൂമർ, നല്ലൊരു ഹ്യൂമർ നമ്മളിപ്പം TV സ്ക്രീനിലിരുന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ആ ഫീലോടുകൂടി ഈ സിനിമ കാണണം എന്നാണ് എൻ്റെ എല്ലാവരോടും ഉള്ള റിക്വസ്റ്റ്.